ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ സിനിമയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബുച്ചി ബാബു സംവിധാനം ചെയ്ത രാം ചരൺ, ജാൻവി കപൂർ, ശിവരാജ് കുമാർ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ പുതിയ ചിത്രമായ പെദ്ദിയെക്കുറിച്ചാണ്. രംഗസ്ഥലത്തിന് ശേഷം രാം ചരൻ്റെ മറ്റൊരു ഗംഭീര ഗ്രാമീണ പശ്ചാത്തലമുള്ള സിനിമയാണിത്. 1980കളിലെ ആന്ധ്രാപ്രദേശ് ആണ് ചിത്രത്തിൻ്റെ പശ്ചാത്തലം. സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ വോട്ടവകാശമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാത്ത, ഗവൺമെൻറ് പോലും മറന്നുപോയ ഒരു ഗ്രാമത്തിലെ ജനങ്ങളുടെ കഥയാണിത്. ഇവിടുത്തെ ഒരു കൂലിത്തൊഴിലാളിയായ നായകൻ കായിക രംഗത്തിലൂടെ തൻ്റെ ഗ്രാമത്തിലെ ഒരു മേൽവിലാസം നേടിയെടുക്കാൻ നടത്തുന്ന പോരാട്ടമാണ് പെദ്ദി എന്ന് പറയുന്ന ഈ സിനിമ പറയുന്നത്. ഈ സിനിമയുടെ പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ രാം ചരൻ്റെ ഗംഭീര പ്രകടനം തന്നെയാണ് ഇതിനകത്ത് എടുത്തു പറയാനുള്ളൊരു പോസിറ്റീവായിട്ടുള്ളത്. ഒരു സ്പോർട്സ് താരമുള്ള അദ്ദേഹത്തിൻ്റെ ശാരീരിക മാറ്റവും വൈകാരിക രംഗങ്ങളിലെ അഭിനയവും വളരെ ഗംഭീരമാണ്. ഈ സിനിമ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ തോളിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ എടുത്തു പറയേണ്ടത് AR റഹ്മാൻ്റെ പശ്ചാത്തല സംഗീതം, പ്രത്യേകിച്ച് രണ്ടാം പകുതിയിലെ ഇമോഷണൽ രംഗങ്ങളിൽ സിനിമയ്ക്ക് അത് വലിയ കരുത്ത് നൽകുന്നുണ്ട്. പിന്നെ ഛായാഗ്രഹണവും മേക്കിങ്ങും, രത്നവേലുവിൻ്റെ ക്യാമറ 80കളുടെ ഗ്രാമീണ പശ്ചാത്തലത്തെയും സ്പോർട്സ് രംഗങ്ങളെയും വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ ഒപ്പിയെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ശിവരാജ് കുമാറിൻ്റെ സാന്നിധ്യം. നായകൻ്റെ പരിശീലകനായി എത്തുന്ന ശിവരാജ് കുമാറിൻ്റെ സ്ക്രീൻ പ്രസൻസ് ചിത്രത്തിന് കൂടുതൽ ഗാംഭീര്യം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജഗപതി ബാബുവും തൻ്റെ വേഷം അതിഗംഭീരമാക്കിയിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ടത് ദുർബലമായ തിരക്കഥയാണ്. ഒരേ സമയം 3 കായിക ഇനങ്ങളെ ഒരു സിനിമയിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചത് കഥയുടെ ഫോക്കസ് വളരെ നന്നായിട്ട് നഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒരു സ്പോർട്സിൽ മാത്രം കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ കഥ കുറച്ചുകൂടി എഫക്റ്റീവ് ആകുമായിരുന്നു. പിന്നെയുള്ള നെഗറ്റീവ് എന്ന് പറയുന്നത് ആദ്യ പകുതിയിൽ ലാഗാണ്. സിനിമയുടെ ആദ്യത്തെ 1 മണിക്കൂർ അല്പം എന്നല്ല, നല്ല രീതിയിൽ ബോറടിപ്പിക്കുന്നതാണ്. അനാവശ്യമായ കൊമേഴ്ഷ്യൽ എലമെൻറ്റുകളും റൊമാൻസ് ട്രാക്കും സിനിമയുടെ പ്രധാന കഥയുമായി യാതൊരു ബന്ധവും പുലർത്തുന്നില്ല. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്, അതിനകത്ത് ഏറ്റവും വലിയ നെഗറ്റീവാണ് ജാൻവി കപൂറിൻ്റെ കഥാപാത്രം. നായികയായ ജാൻവി കപൂറിൻ്റെ ഈ സിനിമയിൽ കാര്യമായിട്ടൊന്നല്ല, ഒന്നും തന്നെ ചെയ്യാനില്ല. വെറും ഒരു കൊമേഴ്ഷ്യൽ നായികയെ മാത്രമാണ് അവരെ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ സിനിമയുടെ ലെങ്ത്ത്, ഏകദേശം 3 മണിക്കൂർ 9 മിനിറ്റാണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം. അത് വലിയൊരു നെഗറ്റീവായിട്ട് നമുക്കിവിടെ തോന്നും. വലിയ ക്യാൻവാസിൽ ഒരുക്കിയ മികച്ച ആശയമുള്ള ഒരു സിനിമയാണ് പെദ്ദി. തിരക്കഥയിലെ പാളിച്ചകളിലും ആദ്യത്തെ പകുതിയിലെ ലാഗും മാറ്റി നിർത്തിയാൽ രാം ചരൻ്റെ കരിയറിലെ ഒരു നല്ലൊരു പ്രകടനം ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ AR റഹ്മാൻ്റെ സംഗീതവും സിനിമയെ കണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ രാം ചരൻ്റെ ഒരു ആരാധകനാണെങ്കിലോ ഇമോഷണൽ സ്പോർട്സ് ഡ്രാമകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലോ തീർച്ചയായും ഒരു തവണ ഇത് തിയേറ്ററിൽ പോയി കാണാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു പെദ്ദിയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.